ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ നല്ല നിമിഷങ്ങൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. പുതിയൊരു പ്രഭാതം ദൈവം ദാനമായി തന്നതിന് നമുക്കൊന്നു ചേർന്ന് നല്ലവനായ ദൈവത്തിന് സ്തോത്രം പറയാം. ഒരു തിരുവെഴുത്ത് നിങ്ങളുമായി ഒരുമിച്ച് ധ്യാനിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ഞാൻ ശരണപ്പെടും. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യം ഞാൻ വായിക്കുന്നു. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. ധന്യനായ വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത് പട്ടണത്തിന് എഴുതിയ 2-ാമത്തെ ലേഖനം, അതിൻ്റെ 2-ാം അധ്യായമാണ് നമ്മൾ വായിച്ചത്. പൗലോസ് വലിയ കഷ്ടതയിലൂടെ കടന്നു പോകുന്ന സാഹചര്യങ്ങളാണ്. തടവില് ആയ സന്ദർഭമുണ്ട്. ഒത്തിരി എതിർപ്പുകൾ തൻ്റെ ജീവിതത്തിലുണ്ട്. വലിയ ദുഃഖത്തിലൂടെ താൻ കടന്നു പോകുന്ന അവസ്ഥയുണ്ട്. വിഭിന്നമായ സഭയിലെ വ്യത്യസ്തമായ ഒത്തിരി പ്രശ്നങ്ങളിലൂടെ പൗലോസ് കടന്നു പോകുന്ന സാഹചര്യമുണ്ട്. ഇതിലൊക്കെ കൂടെ അദ്ദേഹം കടന്നു പോകുന്നുവെങ്കിലും അദ്ദേഹം പറയുന്നില്ല ദൈവം എന്നെ പരാജയത്തിൽ നടത്തുന്നു എന്ന്. അദ്ദേഹം പറയുന്നത്, പൗലോസ് പറയുന്നത്, ദൈവം എന്നെ ജയോത്സവമായി നടത്തുന്നു. വലിയ കഷ്ടതകളിലൂടെ തടവുകളിലായിരിക്കുമ്പോഴും ദുഃഖങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും സഭയിലെ വ്യത്യസ്തമായ ദുരനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴും വിശുദ്ധനായ പൗലോസിന് പറയുവാനായിട്ട് ഒരു കാര്യമേ ഉള്ളൂ: ജയോത്സവമായി നടത്തുന്ന ദൈവം. ദൈവം നമ്മളെ ജയോത്സവമായി നടത്തുന്നു. ഏത് കഷ്ടതയുടെ നടുവിലും, ഏത് സഹനത്തിൻ്റെ നടുവിലും, ഏത് പ്രതീക്ഷയില്ലാത്ത വിഷയത്തിൻ്റെ നടുവിലും, വളരെ ഭാരത്തോടെ കടന്നു പോകുന്ന അവസ്ഥയിലും ജയോത്സവമായി നടത്തുന്ന രാജാവാണ് നമ്മുടെ യേശു. വിശ്വസിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. റോമൻ സാമ്രാജ്യത്തിൽ ഒരു രാജാവ് യുദ്ധത്തിൽ ജയിച്ച് മടങ്ങുമ്പോൾ ഒരു ജയോത്സവമായ ഘോഷയാത്രയുണ്ട്. രാജാവ് മുന്നിലും വിജയത്തിൻ്റെ സുഗന്ധധൂപങ്ങൾ എല്ലായിടത്തും പരക്കുകയും ചെയ്യുന്ന മനോഹരമായ ജയോത്സവമായ ഒരു ഘോഷയാത്ര. ഇവിടെ പൗലോസ് പറയുന്നു, ഞാനല്ല വിജയി, ക്രിസ്തുവാണ് വിജയി. ക്രിസ്തുവേശുവിൽ ഞാൻ അവൻ്റെ വിജയ ഘോഷയാത്രയുടെ ഭാഗമാണ്. ഹല്ലേലൂയ. പരാജയമല്ല, ജയോത്സവമായി നടത്തുന്ന ദൈവ സാന്നിധ്യം. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന, ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, ജയോത്സവമായി നിന്നെ നടത്തുന്ന രാജാവാണ് യേശു ക്രിസ്തു. ജീവിതത്തിൽ ചില ദിവസങ്ങൾ നമുക്ക് തോന്നും ഞാൻ തോറ്റുപോയി എന്ന്. ചില ദിവസങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതെ ബുദ്ധിമുട്ട് തോന്നുന്ന അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സൃഷ്ടിക്കപ്പെടാം. കുടുംബത്തിനകത്ത് വലിയ വിഷയങ്ങളിലൂടെ നമ്മൾ കടന്നു പോകാം. സാമ്പത്തികമായ വലിയ ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ കണ്ടു എന്ന് വരാം. ഒരുപക്ഷെ ശരീരത്തിനകത്തേക്ക് ചില സമയങ്ങളിലെങ്കിലും രോഗം നമ്മളെ തകർത്ത് കളയുന്നത് പോലെ നമുക്ക് തോന്നാം. എന്നാൽ ഈ സന്ദേശത്തിലൂടെ വിശുദ്ധനായ പൗലോസ് നമ്മളിലേക്ക് എത്തിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്, നീ പരാജയത്തിൻ്റെ യാത്രയിലല്ല, നീ ജയോത്സവത്തിൻ്റെ യാത്രയിലാണ്. വിശ്വസിക്കുവാൻ എത്ര പേർ തയ്യാറാണ്? നീ പരാജയത്തിൻ്റെ യാത്ര ചെയ്യുന്ന വ്യക്തിയല്ല. യേശു നിന്റെ കൂടെയുണ്ടെങ്കിൽ, ക്രിസ്തുവേശുവിൽ നടക്കുന്നവനാണെങ്കിൽ നീ പരാജയത്തിൻ്റെ യാത്രയിലല്ല, മറിച്ച്
നീ ജയോത്സവത്തിന്റെ യാത്രയിലാണ്. പരിശുദ്ധാത്മാവ് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ കൂടി നമ്മളെ ഓർമ്മിപ്പിച്ചുണർത്തുകയാണ്. നീ പരാജയപ്പെടുവാൻ വിളിച്ചവനല്ല, എല്ലായിടത്തും ജയോത്സവമായി നടത്തുവാൻ കഴിവുള്ള ദൈവത്തിന്റെ കരങ്ങളിൽ പിടിച്ചിരിക്കുന്ന വ്യക്തിത്വമാണ്. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കട്ടെ. ദൈവം നമ്മെ നടത്തുന്ന ദൈവമാണ്. പ്രിയ ദൈവമക്കളെ, ഈ വചനം വ്യക്തമായി പറയുന്നു, ഞങ്ങളെ നടത്തുകയും ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും. ആ പദം നോക്കൂ, നടത്തുന്ന ദൈവം ഞങ്ങളെ നടത്തുകയും. ഞങ്ങൾ വഴി കണ്ടെത്തുന്നവരല്ല. ഈ വചനം പറയുന്നത് നമ്മുടെ മുന്നിലേക്കുള്ള വഴികളെ നമ്മൾ കണ്ടെത്തുന്നവരല്ല, ദൈവം വഴി തുറന്ന് നടത്തുന്ന ദൈവമാണ്. അപ്പോൾ യേശുവിൽ വിശ്വസിക്കുന്ന, യേശുവിനോട് ചേർന്ന് നടക്കുന്ന, യേശുവിന്റെ കരം പിടിച്ചിരിക്കുന്ന ഒരു ദൈവ പൈതൽ അറിയേണ്ട മഹത്തരമായ സത്യം, ഞങ്ങൾ വഴി കണ്ടെത്തുന്നവരല്ല, മറിച്ച് ദൈവം ഞങ്ങളെ നടത്തുന്നു എന്ന് ആഴമായി വിശ്വസിക്കണം. ഒരു ചെറിയ കുട്ടി തിരക്കേറിയ റോഡിലൂടെ അച്ഛൻ്റെ കൈപിടിച്ച് നടക്കുകയാണ്. വാഹനങ്ങൾ വളരെയധികമുണ്ട്. ഒരു റോഡിന്റെ ഇപ്പുറത്തെ ഭാഗത്തു നിന്ന് അപ്പുറത്തേക്ക് കടന്നു പോകേണ്ടത് ആവശ്യമാണ്. അച്ഛൻ്റെ കയ്യിൽ ഈ കുഞ്ഞ് പിടിച്ചിട്ടുണ്ട്. ഈ കുട്ടിക്ക് എങ്ങനെ അപ്പുറം കടക്കണമെന്ന് തനിയെ അറിയത്തില്ല. പക്ഷെ അച്ഛന് നന്നായി അറിയാം. അച്ഛന് നന്നായി അത് അറിയാം. അതുകൊണ്ട് ഈ കുട്ടി സുരക്ഷിതനാണ്. വിശ്വസിക്കുന്നുണ്ടോ? ഓക്കെ, ആ കുട്ടി അച്ഛൻ്റെ കയ്യിൽ പിടിച്ചതിനേക്കാൾ ബലത്തിലാണ് ഈ അച്ഛൻ ഈ കുഞ്ഞിനെ പിടിച്ചിരിക്കുന്നത്. ഇതുപോലെ നമ്മുടെ കരങ്ങളിൽ ബലത്തിൽ പിടിച്ചിരിക്കുന്ന ഒരു കർത്താവ് നമ്മളെ നടത്തും. ഏതു ഭാരമാണോ, ഏതു പ്രയാസമാണോ ഇന്ന് നിന്നെ മുന്നോട്ട് വിടാതെ തടഞ്ഞു വെച്ചിരിക്കുന്നത്, ആ നിരാശയെ യേശു കർത്താവ് ജയോത്സവമായി മാറ്റും, ജയോത്സവമായി വഴി നടത്തും. വിശ്വസിക്കുന്നവർ ഒരു ആമേൻ പറഞ്ഞാൽ. ഇന്ന് ചിലർ ചോദിക്കുന്നു, എൻ്റെ ജീവിതം എങ്ങോട്ടാണ് പോകുന്നത്? എൻ്റെ ജീവിതം എവിടെ എത്തിച്ചേരും? നാളെ ഞാൻ എന്തായിത്തീരും? എൻ്റെ ഭാവി എന്താണ്? ഇതൊക്കെയാണ് ഓരോ വ്യക്തിത്വങ്ങളും അവരോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾ. ഞാൻ എങ്ങോട്ടാ പോകുന്നത്? എൻ്റെ ജീവിതം എന്തായിത്തീരും? നാളെ എൻ്റെ ഭാവി എന്താണ്? നാളെ എന്തായി തീരും എൻ്റെ ഭാവി? എന്നിത്യായ ചോദ്യങ്ങളുടെ നടുവിൽ ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ ദൈവം പറയുന്നു, നീ വഴി കാണുന്നില്ലെങ്കിൽ ഞാൻ വഴി കാണുന്ന ദൈവമാണ്. നീ നാളെക്കുറിച്ച് അറിയുന്നില്ലെങ്കിൽ നിന്റെ നാളുകളെ നന്നായി അറിയുന്ന ദൈവമാണ്. നിന്റെ ഭാവി നാളെ എന്താണെന്ന് നീ ആകുലപ്പെടുമ്പോൾ, നീ വ്യാകുലപ്പെടുമ്പോൾ, നിന്റെ ഭാവിയെക്കുറിച്ചുള്ള ഒരു വലിയ പദ്ധതിയെ അറിയാവുന്ന ദൈവം പറയുന്നു, നിന്റെ ഭാവിയെ എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ടാ വിശുദ്ധനായ പൗലോസ് പറയുന്നത്, എപ്പോഴും ജയോത്സവമായി. വചനം പറയുന്നില്ല ചിലപ്പോൾ ജയോത്സവമായി നടത്തുമെന്നല്ല ഈ വചനം പറയുന്നത്. എപ്പോഴും ആത്മാവിലൊന്ന് പറയാവോ? എപ്പോഴും എന്നെ ജയോത്സവമായി നടത്തുന്ന ദൈവ സാന്നിധ്യം. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ജയോത്സവമായി നടത്തുന്ന ഒരു ദൈവത്തെയല്ല ഞാൻ പരിചയപ്പെടുത്തുന്നത്. വചനം വ്യക്തമായി പറയുന്നു, എപ്പോഴും ജയോത്സവമായി നടത്തുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം. ഒരു ചെറിയ കുട്ടി സൈക്കിൾ ഓടിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ പലതവണ വീണു, കാലൊക്കെ പൊട്ടി, അവൻ കരഞ്ഞു. പക്ഷെ ഒരു ദിവസം അവൻ സൈക്കിൾ ഓടിച്ചു. പിന്നീട് അവന് മനസ്സിലായി, വീഴ്ചകൾ പരാജയമല്ല, മുറിവുകൾ പരാജയമല്ല, അവനെ ഓടിക്കുവാൻ പഠിപ്പിച്ച പാഠങ്ങളായിരുന്നു. ആമേൻ പറയാവോ? ഇന്ന് നാം പോയിക്കൊണ്ടിരിക്കുന്ന ചില മേഖലകൾ പരാജയങ്ങളാണ്
വീഴ്ചകളാണ്, താഴ്ചകളാണ്, മുന്നോട്ട് പോകുവാൻ കഴിയുന്നില്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം എന്ന് പറയുന്നു, അതെല്ലാം നിന്നെ ഓടിക്കുവാൻ പഠിപ്പിക്കുന്ന പാഠങ്ങളാണ്. വിശ്വസിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് നിന്റെ വീഴ്ചകൾ പോലും ദൈവം അറിയാതെയല്ല. ഇന്ന് നിന്റെ താഴ്ചകൾ പോലും ദൈവം അറിയാതെയല്ല. ഇന്ന് നിന്റെ വീഴ്ചകൾ പോലും ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ് എന്ന് വിശ്വസിക്കുന്നിടത്താണ് ഒരു ദൈവപുരുഷനെ ദൈവം സ്വർഗത്തിൽ നിന്ന് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞാനായിരിക്കുന്ന വിഷയം സാമ്പത്തിക ഭാരമായിരിക്കാം, കടഭാരമായിരിക്കാം, രോഗത്തിൻ്റെ ബുദ്ധിമുട്ടായിരിക്കാം, കുടുംബ പ്രശ്നമായിരിക്കാം. അനവധിയായ വിഷയങ്ങളിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ അവിടെയെല്ലാം ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പഴയ നിയമഭക്തനായ യോസഫ് പൊട്ടക്കിണറിലേക്ക് താഴ്ത്തപ്പെട്ടവനായി കിടന്നു. പൊത്തീഫറിന്റെ വീട്ടിൽ അടിമയായി അവൻ പോകേണ്ടി വന്നു. അവിടെ നിന്ന് അവൻ ജയിലിലേക്ക് പോകേണ്ടി വന്നു. പക്ഷേ അവസാനം അവൻ രാജകൊട്ടാരത്തിലെത്തി. യോസഫിന്റെ ജീവിതത്തിനകത്ത് നിരവധിയായ കലുഷിതമായ പ്രശ്നങ്ങളുടെ സാഹചര്യത്തിലൂടെ ഭക്തൻ പോകേണ്ടതായി വന്നു. പൊട്ടക്കിണറിലേക്ക് തള്ളപ്പെട്ടു. സ്വന്തം സഹോദരന്മാർ തള്ളിക്കളഞ്ഞു. പൊത്തിഫറിന്റെ വീട്ടിൽ അടിമയായി താൻ അകപ്പെട്ടു. ജയിലറയ്ക്കുള്ളിലേക്ക് താൻ പോകേണ്ടി വന്നു. പക്ഷേ അതിന്റെ എല്ലാം പര്യവസാനം എന്ന് പറയുന്നത് രാജകൊട്ടാരമാണെങ്കിൽ, രാജകൊട്ടാരത്തിൽ മിസ്രൈമിന്റെ രണ്ടാമനായി പ്രധാനമന്ത്രിയായി ദൈവം നിയോഗിച്ചെങ്കിൽ ആ പൊട്ടക്കിണറ് അവസാനമല്ലായിരുന്നു. പൊത്തിഫറിന്റെ ഭവനം അത് അവസാനമല്ലായിരുന്നു. ജയിലറ അത് അവസാനമല്ലായിരുന്നു. അതിൻ്റെ അപ്പുറം ദൈവത്തിന്റെ പദ്ധതി, ദൈവത്തിന്റെ ആലോചന യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ, ഇന്ന് നീ കടന്നു പോകുന്ന സാഹചര്യം എന്തുമായിക്കൊള്ളട്ടെ, ഇന്ന് നീ നടന്നു പോകുന്ന വഴി ഏതുമായിക്കൊള്ളട്ടെ, പരാജയത്തിന്റെ പടുകുഴിയിലാണെന്ന് നിനക്ക് തോന്നാവുന്ന വിഷയത്തിനകത്താണെങ്കിൽ പോലും അവിടെ നിന്ന് സ്വർഗസ്ഥ പിതാവ്, ആ പിതാവിന്റെ പദ്ധതി എൻ്റെ ഉള്ളിലേക്ക്, എൻ്റെ ജീവിതത്തിനകത്തേക്ക്, എൻ്റെ ഭാവിയിലേക്ക് കരുതി വെച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുവാൻ തയ്യാറായാൽ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുക. പ്രിയ ദൈവപൈതലെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ വചനം വ്യക്തമായി പറയുന്ന സന്ദേശത്തിനകത്ത് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം പറയുന്നു, ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുക മാത്രമല്ല, എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തൻ്റെ പരിജ്ഞാനത്തിന്റെ വാസന, പ്രിയ ദൈവപൈതലെ, എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തൻ്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. പരിജ്ഞാനത്തിന്റെ വാസന, ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുന്നു. ദൈവങ്ങളെ, ഒരു മുറിയിൽ ആരോ ഒരു വ്യക്തി സുഗന്ധ ദ്രവ്യം ഉപയോഗിച്ചാൽ ആ വ്യക്തി ആ മുറിയിൽ നിന്ന് പോയാൽ വാസന അവിടെ തന്നെ നൽകും. വിശ്വസിക്കുന്ന എത്ര പേർ ഇതിനകത്തിരിക്കുന്നു? ആ വ്യക്തി ആ മുറിയിൽ നിന്ന് പോയാൽ താൻ ഉപയോഗിച്ച ആ സുഗന്ധ ദ്രവ്യത്തിന്റെ വാസന ആ മുറിയിൽ അവിടെ അതുപോലെ തന്നെ നിൽക്കും. ഇതുപോലെയാണ് ക്രിസ്തുവിലുള്ള ഒരു വിശ്വാസി. ആ വിശ്വാസി ഒരു ദിവസം താൻ എവിടെയാണെങ്കിലും, ഓഫീസിലാകാം, തൻ്റെ ജോലി മേഖലകളിലാകാം, പഠന മേഖലകളിലാകാം, സ്കൂളിലാകാം, വീട്ടിലാകാം, വീട്ടുജോലിയോടുള്ള ബന്ധത്തിലായിരിക്കാം, ബസ്സിൽ യാത്ര ചെയ്യുന്ന സാഹചര്യത്തിലായിരിക്കാം, തന്റെ ഏതു സാഹചര്യത്തിലും എവിടെയായാലും ക്രിസ്തുവിന്റെ സുഗന്ധം പരത്തുന്നവനായിരിക്കണം ക്രിസ്ത്യാനി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ സുഗന്ധം എന്ത് ചെയ്യണം? എവിടെയും പരക്കണം. എന്നിലൂടെ, നിങ്ങളിലൂടെ ക്രിസ്തുവിന്റെ സുഗന്ധം പരത്തുവാൻ നമ്മളെ ക്രിസ്തു ഈ ഭൂമിയിൽ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചിട്ടുണ്ട്. വേദപുസ്തകം പറയുന്നു, അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം രാജകീയ പുരോഹിത വർഗമാക്കി, വിശുദ്ധ ജനമാക്കി,
തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയാക്കി നമ്മളെ മാറ്റിയിരിക്കുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമ്മുടെ വീട്ടിൽ എന്താണ് വാസന? നമ്മുടെ വീട്ടിൽ എന്താണ് വാസന? കോപത്തിന്റെ വാസനയാണോ? വഴക്കിന്റെ വാസനയാണോ? വിമർശനത്തിന്റെ വാസനയാണോ? അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ വാസനയാണോ? സ്നേഹത്തിന്റെ വാസനയാണോ? ക്ഷമയുടെ വാസനയാണോ? ഒരു വീട്ടിൽ യേശുവുണ്ടെങ്കിൽ അതിൻ്റെ സുഗന്ധം പുറത്തേക്ക് വരും. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാൽ. ഒരു വീട്ടിൽ യേശു ഉണ്ടെങ്കിൽ അതിൻ്റെ സുഗന്ധം എന്ത് ചെയ്യും? അത് പുറത്തേക്ക് വരിക തന്നെ ചെയ്യും. ഒരു സഭയിൽ ഒരു വയോധികയായ ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു. സ്ഥിരമായി സഭായോഗങ്ങളിൽ മുടങ്ങാതെ സംബന്ധിച്ചിരുന്ന ഒരു വയോധികയായ അമ്മച്ചി വലിയ പ്രസംഗയൊന്നുമല്ല, വലിയ പാട്ടുകാരിയുമല്ല, വലിയ സമ്പന്നയുമല്ല. പക്ഷേ ആ ദേശത്തുള്ള എല്ലാവരും പറയും, ആ അമ്മയെ കണ്ടാൽ സമാധാനം തോന്നും. ആ ദേശവാസികൾ ഒരുപോലെ പറയും, അമ്മയെ കണ്ടാൽ ഒരു സമാധാനം തോന്നും. അവൾ മരിച്ചപ്പോൾ ആ ദേശക്കാർ പറഞ്ഞു, അവൾ പോയി, അവളുടെ ജീവിതത്തിലെ സുഗന്ധം ഇപ്പോഴും ഇവിടെ ഉണ്ട്. ആ അമ്മ മരിച്ചുപോയി. ആ ദേശക്കാർ പറയുകയാണ്, അവൾ പോയി, അവൾ മരണപ്പെട്ടു, പക്ഷെ അവളുടെ ജീവിതത്തിന്റെ സുഗന്ധം ഇപ്പോഴും ഇവിടെയുണ്ട്. ഇതാണ് ക്രിസ്തുവിന്റെ വാസന. നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാലും നമ്മളുടെ വാസന ഈ ഭൂമിയിൽ പരക്കണം. നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്ന് പറയത്തക്ക നിലവാരത്തിൽ ഒരു വാസന നമ്മളുടെ ഇഹലോക ജീവിതം കഴിഞ്ഞാലും വെളിപ്പെടുന്ന രീതിയിൽ അവരെയാണ് ക്രിസ്ത്യാനി എന്ന് പറയുന്നത്. അവരാണ് യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ അനുയായി എന്ന് പറയുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കിയേ, ജയോത്സവമായി നടത്തണമെങ്കിൽ ഒരു യുദ്ധം നടക്കുന്ന മേഖലയിലാണ് ജയോത്സവം നടക്കുക. ജയം യുദ്ധം കഴിഞ്ഞല്ല. എപ്പോഴും ശ്രദ്ധിക്കണം, ജയം യുദ്ധം കഴിഞ്ഞതല്ല. ചിലർ എപ്പോഴും വിചാരിക്കും, പ്രശ്നങ്ങളില്ലെങ്കിൽ ഞാൻ ജയിച്ചു, എൻ്റെ ജീവിതത്തിൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലെങ്കിൽ ഞാൻ ജയിച്ചു എന്ന് പറയുന്ന ചിലരുണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ചിന്തിക്കുന്ന ചിലരുണ്ട്, അങ്ങനെ ആലോചിക്കുന്ന ചിലരുണ്ട്. അല്ല, ദൈവത്തിൻ്റെ ജയം എപ്പോഴും, അല്ല പലപ്പോഴും യുദ്ധത്തിനിടയിലാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവം എപ്പോഴും നമ്മളെ ജയോത്സവമായി നടത്തുന്നത് പ്രശ്നങ്ങൾ ഇല്ലാത്ത അവസ്ഥയിലൂടെയല്ല, പ്രശ്നത്തിന്റെ നടുവിലൂടെ, പ്രശ്നത്തിന്റെ മീതെ നമ്മളെ നടത്തുന്ന ഒരു ദൈവ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ, ഇന്ന് രോഗത്താൽ ഭാരപ്പെടുന്നുവെങ്കിൽ ആ രോഗത്തിന്റെ നടുവിൽ നിന്ന് നടത്തുവാൻ വിശ്വസ്തനായ ദൈവം. സാമ്പത്തിക ഞെരുക്കമാണെങ്കിൽ ആ ഞെരുക്കത്തിലൂടെ, ഞെരുക്കത്തിന്റെ നടുവിലൂടെ നിന്നെ നടത്തുന്ന ദൈവം. നീ പേടിക്കുന്നതൊന്നും ഭവിക്കാതെ നിന്നെ നടത്തുന്ന ദൈവം. കുടുംബ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളുടെ നടുവിലൂടെ നിന്നെ നടത്തുന്ന ഒരു ദൈവ സാന്നിധ്യം. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ ജയം പലപ്പോഴും യുദ്ധത്തിനിടയിലാണ്, നമ്മുടെ പ്രശ്നങ്ങളുടെ നടുവിലാണ്, നമ്മൾ വിചാരിക്കുന്ന കലുഷിതമായ അന്തരീക്ഷത്തിന്റെ നടുവിലാണ് ദൈവം പ്രവർത്തിക്കുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഒരു കപ്പിത്താൻ കടലിലെ കൊടുങ്കാറ്റിൽ നിൽക്കുമ്പോഴാണ് യഥാർത്ഥ കപ്പിത്താനായി മാറുന്നത്. കപ്പൽ ഓടിക്കുന്ന, കപ്പൽ മുന്നോട്ട് നയിക്കുന്ന കപ്പിത്താൻ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത, കൊടുങ്കാറ്റില്ലാത്ത, കടലോലങ്ങളില്ലാത്ത ശാന്തമായ കടലിലൂടെ കപ്പൽ ഓടിക്കുന്ന വ്യക്തിയല്ല കപ്പിത്താൻ. കപ്പിത്താൻ എന്ന് പറയുന്നത് കടലിലെ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ കപ്പലിനെ യഥാർത്ഥമായി കൊണ്ടുപോകുവാൻ കഴിവുള്ളവനാണ് യഥാർത്ഥ കപ്പിത്താൻ എന്ന് പറയുന്നത്. ഇതുപോലെ ശാന്തമായ കടലിൽ ആർക്കും കപ്പൽ ഓടിക്കുവാൻ സാധിക്കും. പക്ഷേ കൊടുങ്കാറ്റിൽ മുന്നോട്ട് പോകുന്നതാണ് ജയം. എന്ന് പറഞ്ഞാൽ, ഇന്ന് നമ്മളായിരിക്കുന്ന അവസ്ഥയ്ക്കകത്ത്
മുന്നോട്ട് കുതിക്കുന്ന ദാവീദൊരിക്കൽ പറഞ്ഞു, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിനു നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കടക്കും. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നിന്നാൽ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കടക്കും. ഇന്നുള്ള പ്രശ്നങ്ങൾക്ക് മീതെ ചാടിക്കടക്കുവാൻ ശക്തി തരുന്ന ഒരു ദൈവ സാന്നിധ്യം ഇതിനകത്തുണ്ട്. ഈ സന്ദേശം, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് ചിലർ കണ്ണുനീരിലൂടെ നടക്കുന്ന വ്യക്തിത്വങ്ങൾ ഉണ്ടാകാം, രോഗത്തിലൂടെ നടന്നു പോകുന്ന വ്യക്തിത്വങ്ങൾ ഉണ്ടാകാം, സാമ്പത്തികമായ പ്രതിസന്ധിയിലൂടെ നടക്കുന്ന വ്യക്തിത്വങ്ങൾ ഉണ്ടാകാം. എന്നാൽ ഇന്ന് ഈ സന്ദേശത്തിനൊടുവിൽ ഞാൻ പറയുന്നു, നീ പരാജയത്തിലല്ല, ഞാൻ നിന്നെ ജയോത്സവമായി നടത്തും. വിശ്വസിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുക്കണം. ഇനി ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിന്നെ ജയോത്സവമായി നടത്തും പറയുവാൻ സാധിക്കുമോ? നീ ഇന്ന് കാണുന്നത് വെറും യുദ്ധം മാത്രമാണ്. എന്നാൽ ദൈവം കാണുന്നത് ആ യുദ്ധത്തിന്റെ ഒടുവിലുള്ള വിജയമാണ്. നീ ഇന്ന് കാണുന്നത് കണ്ണുനീരാണ്. ദൈവം കാണുന്നത് നിന്റെ തലമേൽ വയ്ക്കുവാനുള്ള കിരീടമാണ്. വിശ്വസിക്കുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തണം. നീ ഇന്ന് കാണുന്നത് കുരിശാണ്. ദൈവം കാണുന്നത് പുനരുത്ഥാനമാണ്. ക്രൂശിൽ അവസാനിക്കുന്നതല്ല, മൂന്നാമത്തെ ദിവസം ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവന്റെ ശക്തി ഈ സന്ദേശത്തിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനാൽ ഈ സന്ദേശം അവസാനിക്കുമ്പോൾ പൗലോസിനോടൊപ്പം നമുക്കും പറയാൻ കഴിയണം, ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുന്ന ദൈവ സാന്നിധ്യം. നീ ഇന്ന് കഷ്ടതയിലായിരിക്കാം, പക്ഷെ ദൈവത്തിന്റെ കാഴ്ചയിൽ നീ തോറ്റ സൈനികനല്ല, ക്രിസ്തുവിന്റെ വിജയഘോഷയാത്രയിൽ നടക്കുന്ന ഒരാളാണ്. വിശ്വസിക്കുന്നവർ ആമേൻ പറയണം. നീ ഇന്ന് ക്രിസ്തു രാജാവായിരിക്കുന്ന, യുദ്ധത്തിൽ ജയിച്ചവന്റെ വിജയഘോഷയാത്രയിൽ നടക്കുന്ന ഒരാളായി സ്വർഗം കണക്കിടുമ്പോൾ പൗലോസ് വിളിച്ചു പറയുന്നത് പോലെ നമുക്കും വിളിച്ചു പറയുവാൻ സാധിക്കണം, ക്രിസ്തുവിൽ എല്ലായിടത്തും എപ്പോഴും ജയോത്സവമായി നടത്തുന്ന ദൈവ സാന്നിധ്യം. പൗലോസ് പറയുന്നു, ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നീതിമാനും നിത്യനുമായ ഞങ്ങളുടെ മഹാദൈവം, ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ കേൾക്കുന്ന ഈ സന്ദേശം, ഞങ്ങൾ കേട്ട വചനം കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറെ അനുഗ്രഹമായി തീരുവാൻ ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ വചനം ക്രിയ ചെയ്തതിനായി ദൈവത്തിന് മഹത്വം ഞങ്ങൾ ഒരുമിച്ച് ഏൽപ്പിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം, അതിവേഗത്തിൽ ഓടുന്ന വചനം, അതതിൻ്റെ പ്രവൃത്തിയെ തികയ്ക്കാതെ മടങ്ങി വരില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. വിശുദ്ധനായ പൗലോസിനെ പോലെ ജയോത്സവമായി ഞങ്ങൾ നടത്തുന്ന ദൈവ സാന്നിധ്യത്തെക്കുറിച്ച് കേൾക്കുക മാത്രമല്ല, വിശ്വാസത്താൽ അത് പ്രാപിപ്പാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. ഈ വചനം കേട്ടവരെ ദൈവം അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. മഹത്വം അവിടെ നിന്നെടുക്കും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.